നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെയും കുളത്തൂപ്പുഴ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ മുഴങ്ങട്ടെ കാഹളം എന്ന പേരിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും പകർച്ചവ്യാധികൾ തടയുന്നതിനെക്കുറിച്ചും കുളത്തൂപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിലായി 500ഓളം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബീബി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇ.കെ. സുധീർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി. തുഷാര, വാർഡ് മെമ്പർമാരായ നദീറ സൈഫുദ്ദീൻ, പി. ജയകൃഷ്ണൻ, ആരോഗ്യ പ്രവർത്തകരായ പ്രദീപ് കുമാർ, ഷൈജു, നസീം ഖാൻ, ഡോക്ടർ നിസ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. അപ്പോൾ നമ്മുടെ വാർഡുകളിലെ ഇങ്ങനെ ഒരു ബോധവൽക്കരണ പരിപാടി നടത്തുമ്പോൾ നമുക്ക് ഇപ്പം കഴിഞ്ഞ RPL നമ്മൾ കഴിഞ്ഞ മാസം ഒരു പരിപാടി നടത്തിയായിരുന്നു. അവിടുത്തെ RPLന്റെ മാനേജ്മെൻറ്റും നമ്മുടെ ആരോഗ്യ വകുപ്പിലെ മെഡിക്കൽ ഓഫീസർ അടക്കം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം എല്ലാവരും കോളനിയിലെ പ്രതിനിധികളും എല്ലാവരും ചേർന്ന് ഒരു പരിപാടി നമ്മുടെ ബോധവൽക്കരണ പരിപാടി നടത്തിയായിരുന്നു. എല്ലാ മേഖലയിലും ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വളരെ മുമ്പ് തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും തുടക്കം കുറിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ നമ്മൾ ഇനിയിപ്പോൾ 500 സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ക്യാമ്പ് സംഘടിപ്പിച്ച് ആശാവർക്കർമാരും മറ്റുള്ള സന്നദ്ധ പ്രവർത്തകരെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു, മീറ്റിംഗ് മാത്രം പോരാ പ്രസിഡന്റ്, നമുക്ക് എല്ലാ പ്രദേശങ്ങളിലും ശുചീകരണം, ഓരോ പ്രദേശങ്ങളിൽ ശുചീകരണം നടത്തി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തണം. അല്ലാതെ നമുക്ക് ഇങ്ങനെ ക്യാമ്പുകൾ മാത്രം പോരാ, അതിനുള്ള ക്ലസ്റ്ററുകളായിരിക്കണം. ഇനി ഈ 500 ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രവർത്തനത്തിൽ തുടങ്ങുന്നതായിരിക്കണം. വാർഡുകളിലും ഓരോ ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് അതിന് മേൽനോട്ടം വഹിക്കാൻ, കേട്ടോ ഷൈജു, ആശാ വർക്കർമാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഓരോ ഭാഗത്തും മേൽനോട്ടം വഹിക്കാൻ, അവരെ മേൽനോട്ടത്തിൽ അത് നടത്താനാണ് നമ്മൾ തീരുമാനം. നിരവധിയായ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ, ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. അതിൻ്റെ ഭാഗമായ നമ്മുടെ ലയങ്ങളുടെ ഒരു സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തോട്ടം മേഖല കൂടിയുള്ള ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ ആ ലയങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ, പ്രത്യേകിച്ച് വളരെ അടുത്ത് താമസിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പകർച്ച വ്യാധികളൊക്കെ പെട്ടെന്ന് കടന്ന് പിടിക്കാനുള്ള സാധ്യതയെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് നിരവധിയായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. തീർച്ചയായും ആ രൂപത്തിലാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നത്. ഓരോ പദ്ധതിയും വളരെ നല്ല രീതിയിൽ വിജയിപ്പിക്കുന്നതിനും ജനങ്ങളിലേക്ക് അത് ഫലപ്രദമായി എത്തിക്കുന്നതിനും വേണ്ടിയിട്ട് എല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കണം. ഏതൊരു പദ്ധതി കൊണ്ടുവന്നാലും അതിനെല്ലാം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്കും പഞ്ചായത്തും ഭരണസമിതിയും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം ആശംസിച്ചു എന്നുള്ളതാണ്. ബോധം പുറത്തേക്ക് മാത്രം മതി, അകത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞം, മഴക്കാലത്തിന് എത്രയോ മുമ്പ് തുടങ്ങേണ്ടുന്ന ശുചീകരണ യജ്ഞം, അത് കൃത്യം മഴക്കാലം വന്നു 15 ദിവസം കഴിഞ്ഞ് നമ്മൾ തുടങ്ങാറുള്ളൂ. അപ്പം നിരന്തരമായി ഇത് എന്നോ തുടങ്ങിയ ഒരു വിഷയം ഇന്നും പരിവർത്തനപ്പെടാതെ എത്തുന്നത് ആദ്യം സൂചിപ്പിച്ച ഇതിനെപ്പറ്റിയുള്ള അറിവില്ലായ്മ തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഏത് വിഷയവും അറിയുക എന്നതാണ് പ്രശ്നം. ആ അറിവില്ലായ്മ നമ്മളിപ്പോഴും ഈ ബോധമൊക്കെ ചെലുത്തുമ്പോഴും ഇല്ലായ്മ ബാധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് വാർഡ് തലത്തിൽ തുടങ്ങുന്നതോടൊപ്പം ഇതൊക്കെ നമ്മൾ നിൽക്കുന്ന ഒരു നിശ്ചിത തലമുറകളിലേക്ക് എന്നോ കണ്ടു പരിചയിച്ച ബഹുമാന്യനായ ബ്ലോക്ക് മെമ്പർ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ 13 വയസ്സ് മുതൽ തുടങ്ങിയ പൊതുപ്രവർത്തന സംവിധാനങ്ങളുണ്ട്. ഇന്ന് എത്തി നിൽക്കുന്ന വിഷയങ്ങൾ അപ്പോഴും നമ്മൾ അതിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളത്. പിന്നെ മഹത്വമുള്ളൊരു മാതൃക വേണം നമുക്ക് പിന്തുടരാൻ, മഹത്വമുള്ള ലക്ഷ്യം വേണം നമുക്ക് മുന്നേറാൻ എന്ന് പറയും. അപ്പം മഹത്തായ ആ ലക്ഷ്യത്തിൻ്റെ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പറയുന്നത്. പ്രത്യേകിച്ച് കേരളം, ആരോഗ്യ കേരളം, സുന്ദര കേരളം, ഹരിത കേരളം, സുന്ദര കേരളം, നവകേരളം, മനോഹര കേരളം ഒക്കെ നമുക്ക് ഒരുപാട് വാക്കുകളിലൂടെ പരിവർത്തനപ്പെടുത്തുന്ന നന്മ നിറഞ്ഞ സംവിധാനങ്ങൾ പ്രവൃത്തിയിലെത്തുന്നില്ല. അതുകൊണ്ട് പറയാനുള്ളത്, വാക്കുകളെക്കാൾ പ്രാർത്ഥിക്കുന്ന ചുണ്ടുകളെക്കാൾ വലുത് പ്രവർത്തിക്കുന്ന കൈകളാണ്. അതിൽ ഇവിടെ ഇരിക്കുന്ന ആശാവർക്കർമാർ പരമാവധി എത്തുന്നുണ്ട് എന്നൊരു അഭിനന്ദനാർഹമായ അഭിപ്രായം നിങ്ങളോട് പറയാനുണ്ട്. തുടർന്ന് കുളത്തൂപ്പുഴ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ
മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ പ്രദർശനം നടന്നു. ഭാര്യയില്ലാത്ത ഈ നാടുകളിൽ നമുക്ക് ഒരുമിക്കാം. മഴക്കാല രോഗം എന്നും നമുക്ക് ഭീഷണി. പ്രധാനമായും കൊതുകുജന്യ രോഗങ്ങളാണ്. പനി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പരിസരമൊക്കെ വൃത്തിയായി സൂക്ഷിക്കണം. കൊതുക് വളരാനുള്ള സാഹചര്യമൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഇതുപോലുള്ള പാത്രങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോൾ അതിനകത്ത് വെള്ളം കെട്ടി നിന്ന് കൊതുക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പാത്രങ്ങൾ ഇങ്ങനെ കിടക്കാൻ അനുവദിക്കരുത്. ഈ പരിസരം എല്ലാം തന്നെ വൃത്തിയായി സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഈ ഇറക്കി വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ഐറ്റംസിനെ കുറിക്കുന്നത് കരുതാനും സാനിറ്റൈസേഴ്സും അവരെ ഏൽപ്പിക്കണം. വെള്ളം കെട്ടി നിൽക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ഡ്രൈ ഡേ ആയിരിക്കണം. പൊതുവേടിയിലൂടെ പകരുന്ന ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത് കുളത്തൂപ്പുഴ.